Hello, welcome to another episode of Tasty Treats. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്ത. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് പെന്നെ പാസ്ത, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ എണ്ണ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ കനോല ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 കപ്പ് പാല്. പിന്നെ ഞാൻ എൻ്റെ വൈറ്റ് സോസ് പാസ്തയിൽ ഇടുന്ന വെജിറ്റബിൾസ്: ക്യാപ്സിക്കം 1/2 കപ്പ്, 1 ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, കോൺ 1/3 കപ്പ്. ഞാൻ കോൺ ഫ്രോസൺ കോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാപ്സിക്കവും ക്യാരറ്റും ഞാൻ ഫ്രഷ് വെജിറ്റബിൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം ക്യാൻഡോ ഫ്രോസണോ ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി നമുക്ക് ഈ പെന്നെ പാസ്ത ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിൽ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം അത്രയും ഉണ്ടായിരിക്കണം ദാറ്റ് നമ്മുടെ പെന്നെ പാസ്ത ഫുൾ ഇമേഴ്സ് ആയിരിക്കണം. അത്രയും ക്വാണ്ടിറ്റി ഓഫ് വെള്ളം ഉണ്ടായിരിക്കണം. 3 കപ്പ് ഒഴിക്കുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇത് ബോയിലായി തുടങ്ങിയപ്പം ഞാൻ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുവാണ്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക വെള്ളം ഒന്നും കൂടി ഒന്ന് ബോയിലായി വരാൻ. നമ്മുടെ വെള്ളം ബോയിലായി വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പെന്നെ പാസ്ത ഇതിലോട്ട് ആഡ് ചെയ്യാം. പെന്നെ പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിപ്പം എല്ലാം നന്നായിട്ട് ഇമേഴ്സ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പം 3 കപ്പ് വെള്ളം 1 കപ്പ് പെന്നെ പാസ്തയ്ക്ക് ഒഴിച്ചാൽ കറക്റ്റ് അളവാണ്. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. പാസ്ത നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം സൈസും വലുതായിട്ടുണ്ട്, കളറും മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യണം പാസ്ത കുക്കായിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇങ്ങനെ എടുത്തിട്ട് സ്പൂൺ വെച്ചൊന്ന് ഒരു സൈഡ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കണം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും പാസ്ത കുക്കായോ ഇല്ലയെന്ന്. അപ്പം ഇപ്പം എൻ്റെ പാസ്ത നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാം. എന്നിട്ട് നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാൻ കുക്കായ പാസ്ത എല്ലാം ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് മാറ്റി വെക്കുവാണ്. ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചേക്കാണ്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുവാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗാർലിക് ആഡ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഗാർലിക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറുന്നവരെ സോട്ട് ചെയ്യാം. ഇതിൻ്റെ റോ സ്മെല്ല് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, കോൺ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെജിറ്റബിൾസ് കുക്ക് ആവുന്നവരെ നമുക്കിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഫ്രോസൺ വെജിറ്റബിൾസോ ക്യാൻഡ് വെജിറ്റബിൾസോ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് വഴറ്റി അങ്ങ് എടുക്കാം. ബിക്കോസ് ഓൾറെഡി കുക്ക് ആയിരിക്കുവാണ്, അത് സോഫ്റ്റ് ആണ് ഓൾറെഡി. പക്ഷേ നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസ് ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും അതൊന്ന് കുക്കായി സോഫ്റ്റായി വരാൻ വേണ്ടി. അപ്പം അത് കുക്കാകുന്നവരെ സോട്ട് ചെയ്യുക. ഞാനപ്പം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് സോട്ട് ചെയ്യുക.
നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ക്യാരറ്റൊക്കെ പെട്ടെന്ന് കുക്കാകും. അപ്പോൾ എൻ്റെ വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ടുണ്ട്. നിങ്ങളിത് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ക്യാപ്സിക്കം ഒക്കെ ഒന്ന് ഞെക്കി നോക്കുക കുക്കായിട്ടുണ്ടോ എന്ന്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. അപ്പം ഞാൻ കുക്കായ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ബട്ടർ ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. പാൻ നല്ല ചൂടുണ്ട് പാനിന്. നമുക്കിതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ആഡ് ചെയ്യാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുവാണ്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ. അതിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മൈദയുടെ റോ സ്മെല്ല് മാറുന്ന വരെ നമ്മളിത് സോട്ട് ചെയ്യണം. അപ്പം മൈദ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. മൈദയുടെ കളർ മാറി തുടങ്ങി. നിങ്ങളിത് നന്നായിട്ട് ഇളക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പാല് ആഡ് ചെയ്യാം. പാല് കുറച്ച് വേണം ആഡ് ചെയ്യാൻ. അത് ഞാൻ കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലംസ് ഒന്നും ഇല്ലാതെ ലംപ് ഫ്രീ ആയിട്ട് വേണം ഇത് ആകാൻ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. ഞാൻ ഇനി ഇച്ചിരിയും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. നന്നായിട്ട് ഇച്ചിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ലംസ് ഉണ്ടാവും. ലംസ് ഉണ്ടായാൽ നമ്മുടെ പാസ്ത നന്നായിട്ട് വരത്തില്ല. നിങ്ങളുടെ കയ്യിൽ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അതിട്ട് ചെയ്യാം. എഗ് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചും ചെയ്യാം. ഇങ്ങനെ ഫോർക്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം, ആ ലംസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ പാത്രം പോറാതിരിക്കാൻ ശ്രദ്ധിക്കണം. എഗ് ബീറ്റർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതില്ലാത്തവർക്ക് ഫോർക്ക് ഉപയോഗിക്കാം. ഇതൊന്ന് ഇച്ചിരി കട്ടിയായി വരുമ്പോൾ വേണം നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പം നമ്മുടെ ഈ മിക്സ്ചറിലെ ലംസ് എല്ലാം പോയിട്ടുണ്ട്. നല്ല സ്മൂത്ത് മിക്സ്ചർ ആയിട്ടുണ്ട്. ഇപ്പം ഒന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് കട്ടിയാവട്ടെ. ഇപ്പോൾ കട്ടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇച്ചിരിയും കൂടെ ഒന്ന് കട്ടിയാവട്ടെ. വൈറ്റ് സോസ് പാസ്ത എളുപ്പമായിട്ടുള്ളൊരു പാസ്തയാണ്. നല്ല ടേസ്റ്റി പാസ്തയാണ്. നിങ്ങൾക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറായിട്ടും വേണമെങ്കിൽ ഇത് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ബോയിലായി തുടങ്ങുന്നുണ്ട്. തിക്കായിക്കൊണ്ടിരിക്കുക. ഇച്ചിരിയും കൂടെ ഒന്ന് തിക്കാവട്ടെ. എനിക്ക് ഇച്ചിരി സോസ് അധികമുള്ള പാസ്തയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് പാൽ ഒഴിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അധികം സോസ് വേണ്ട, ഇച്ചിരി ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പാസ്ത മതിയെങ്കിൽ 1.5 കപ്സ് പാൽ ഒഴിച്ചാൽ മതി. 1.5 കപ്പ് പാൽ ഒഴിച്ചാൽ മതി. ഞാൻ 2 കപ്പ് പാൽ ഒഴിക്കുന്നത് എനിക്ക് ഇച്ചിരി സോസി ആയിട്ടുള്ള പാസ്തയാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള പാലും കൂടെ ഇപ്പോൾ ഒഴിക്കുകയാണ്. ഇപ്പം ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് പാല് ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാണിച്ച പോലെ ഞാൻ ഫോർക്ക് വെച്ച് ഇളക്കുവാണ്, ലംസ് ഒന്നും വരാതിരിക്കാൻ. ഇതിനി ബോയിലായി ഒന്ന് കട്ടിയായി വരട്ടെ. അപ്പം നമ്മുടെ സോസ് നല്ലോണം ബോയിൽ ചെയ്ത് തിക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ കൺസിസ്റ്റൻസി. ലംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ലംസ് ഉണ്ടെങ്കിൽ അത് ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എഗ് ബീറ്റർ ഉപയോഗിച്ചോ ആ ലംസ് എല്ലാം കളയണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാം, 1/2 ടീസ്പൂൺ. പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടുക. അപ്പോൾ നിങ്ങൾ പെപ്പറും സോൾട്ടും ചില്ലി എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇടണം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് അളവെല്ലാം കറക്റ്റാണ്. ഞാൻ ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത, പെനി പാസ്ത ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സോസിൽ. ഞാനിപ്പം ക്യാപ്സിക്കം, ക്യാരറ്റ് കോണേ ആഡ് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രോക്കലി ആഡ് ചെയ്യാം, പീസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഭയങ്കര ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാനിതൊരു 2 minutes ഒന്ന് അടച്ചു വെക്കും ലോ ഫ്ലെയിമിൽ. ഫ്ലേവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വെക്കുന്നത്. അപ്പം ഞാൻ 2 minutes അടച്ചു വെച്ചു. അപ്പം നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഇറ്റാലിയൻ സ്റ്റൈൽ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മേലിൽ ഷ്രെഡഡ് ചീസ് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ചീസ് മെൽറ്റായി ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിതിൽ കോൺ, ക്യാപ്സിക്കം, ക്യാരറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ബ്രൊക്കോളി, പീസൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഹോപ്പ് യു ആൾ ലൈക്ഡ് അവർ എപ്പിസോഡ് ആൻഡ് അവർ റെസിപ്പി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ അടുത്ത റെസിപ്പിയായി വരുന്നവരേക്കും മറക്കണ്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.